ഞാനിവിടെ കെട്ടിക്കൊണ്ട് വന്നു. എലിക്കുട്ടീനെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നാന്ന്. വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എലിക്കുട്ടിയമ്മ രാവിലെ കിടക്കാനോ ഇപ്പം നേരം വിളിച്ചിട്ട് കാപ്പ് കുടിക്കാൻ പോവാ. ഇനി കാപ്പ് കുടിക്കണ സമയമായി. കാപ്പ് കുടിക്കണ സമയമാണ്. ആ അപ്പോൾ എലിക്കുട്ടിയമ്മ വെളുപ്പനെ ഏറ്റിട്ട് കിടന്നൊരു നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഇപ്പോൾ ഏറ്റിരിക്കുകയാണേ. പിന്നെ നമുക്ക് എലിക്കുട്ടിയമ്മേനെ പല്ലൊക്കെ തേപ്പിച്ച് കാപ്പി കുടിപ്പിച്ച് വേണം ഇരുത്താനായിട്ട്. അല്ലേ? എന്നാൽ കാപ്പി കുടിച്ചാലോ? പല്ല് തേച്ചാലോ? പല്ലങ്ങ് തേച്ചാലോ? പല്ലുപൊടി എടുത്തുകൊണ്ടിരാം. പല്ല് തേക്കണ്ടേ? തേച്ചോ തേച്ചോ. പല്ല് തേക്ക സമയമായി. കാപ്പിക്ക് സമയമായി. പെട്ടെന്ന് തേച്ചോ പല്ല് കേട്ടാ. പല്ല് തേച്ച് കാപ്പി പിടിച്ചിട്ട് വേണം നമുക്ക് ഉഷാറായിട്ട് കിടക്കാൻ. മക്കളെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മക്കളെല്ലാം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുക. സമയം 9 മണിയായി. സമയം 9 മണിയായി. സമയം 9 മണി. 9 മണിയായി. 9 മണി കഴിഞ്ഞു. അത്ര ആയില്ലേ? നമ്മൾ 8:30 ആകുമ്പോൾ കാപ്പി കുടിക്കുന്നതല്ലേ? 8:30 9 മണിക്ക് നമ്മൾ കാപ്പി കുടിക്കുന്നതല്ലേ? 8:30 9 മണിയാണ് നമ്മൾ കാപ്പി കുടിക്കുന്നത്. അതുകൊണ്ട് പല്ല് തേച്ചാൽ പെട്ടെന്ന് നമുക്ക് കഴിച്ചേക്കാം. മെഡിക്കായിട്ട് കഴിക്കണം. എലിക്കുട്ടിയമ്മ അപ്പം ഉണ്ടാട്ടോ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് മക്കളൊക്കെ പിണങ്ങിയിരിക്കുക. എലിക്കുട്ടിയമ്മയുടെ വർത്തമാനം ഒന്നും നന്നായിട്ട് കേൾക്കുന്നില്ല. എലിക്കുട്ടിയമ്മയ്ക്ക് അപ്പോൾ അസുഖം വന്നതോടുകൂടി എലിക്കുട്ടിയമ്മ ആകപ്പാടെ ഇപ്പം ഈ മൂത്രത്തിപ്പഴുപ്പ് വന്ന ഇവിടെ കുറച്ച് പ്രായവർക്കൊക്കെ വന്നവർക്കെല്ലാം ഭയങ്കര ഇഷ്യൂസൊക്കെയാണ്. ഇപ്പോൾ എലിക്കുട്ടിയമ്മ അങ്ങോട്ട് എടുക്കാം. പിന്നെ എലിക്കുട്ടിയമ്മയ്ക്ക് ഒരു വർഷം ചൂടിൻ്റെ ഒരു വിഷയമുണ്ട്. എലിക്കുട്ടിയമ്മ ചൂടായി കഴിഞ്ഞാൽ ഒരു സീസണിൽ ചൂട് സമയത്ത് മൊത്തം എലിക്കുട്ടിയമ്മ കിടപ്പായിരുന്നു. ചൂട് സമയത്ത് ഏറ്റവും വന്ന് കാപ്പി വിളിച്ചേൽപ്പിച്ച് കൊടുത്ത് പിന്നെ വന്ന് കിടക്കും. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു എലിക്കുട്ടിയമ്മയുടെ. അപ്പം അതും കൂടെയൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് പല്ലൊക്കെ തേച്ച് റെഡി ആയിക്കുമ്പോൾ കഴിച്ചേക്കാം. ജോമളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴുകാൻ നമ്മളിവിടെ ഇതിനകത്ത് ചെരുപ്പൊക്കെ ഇട്ടോ. കാലിൻ്റെ അതൊക്കെ ഉണങ്ങി. ഇപ്പം നമ്മൾ മുറിവെണ്ണയൊക്കെ തൂത്ത് കൊടുത്തോണ്ടിരുന്നു. പിന്നെ ടീബാക്ട് ഓയിൽമെൻറ്റൊക്കെ തൂക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വേദനയുടെ ഇപ്പം അങ്ങനെ അധികം പറയുന്നില്ല. പിന്നെ എപ്പോഴും ഈ ചെരുപ്പെടുന്ന കാര്യം മറന്നു വന്നിട്ട് ഇടയ്ക്ക് ഇനിയിപ്പോൾ അതൊക്കെ മറവികൾ കൂടി വരുന്നൊരു കാലഘട്ടമാണെന്ന് തോന്നുന്നു. എന്താണേലും എലിക്കുട്ടിയമ്മ എല്ലാ ദിവസവും ഒരേപോലെ ഉഷാറാകുന്നില്ല. ചില ദിവസങ്ങളിൽ ഉഷാറാകും, ചില ദിവസങ്ങളിൽ അങ്ങ് ഡൗൺ ആവും. പിന്നെ ഞരക്കലും മൂളിലൊക്കെ ഇച്ചിരി ഉണ്ട്. പ്രായമായ ഒരു ചൂട് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മൾ ഇവരെ ഞരമ്പുകൾക്കും ഒക്കെ ബലക്ഷയം ഉള്ളതുകൊണ്ട് ചൂട് പെട്ടെന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കൂടുതലായിട്ട്. അമ്മ ബായൊക്കെ കഴുകാം. അതൊക്കെ പിന്നെ കഴുകാം. ബായും മുഖം കഴുകേ? ബായും മുഖം കഴുകാനേ അതൊക്കെ പിന്നെ കഴുകാം. ബേസിനൊക്കെ പിന്നെ കഴുകാം. അതൊക്കെ പിന്നെ കഴുകാം. ബായും മുഖം കഴുകി കേട്ടോ. പരിപാടി ഇതൊക്കെയാണ്. എവിടെ ചെന്നാൽ ഈ ക്ലീനിങ് ആണ് പരിപാടി. സ്വയം ക്ലീനാക്കി മുഖം ബാ കഴുക്. ഈ ഞരങ്ങല ഇതുണ്ട് ഇപ്പം. അത് ഇനിയിപ്പം മാറുമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. അമ്മ ബാ കഴുകി. മുഖം കഴുകിയില്ലല്ലോ. മുഖം കഴുകി. വായും കഴുകിയില്ല. വാ നന്നായിട്ട് കുലുക്കി കഴുകുക. അത് മുഖം കഴുകി. മൂത്രമൊഴിക്കണോ നീ? അതടക്കി ടാപ്പ് അടക്കി. മൂത്രമൊഴിക്കാനുണ്ടോ? രാവിലെ ഒന്ന് മൂത്രമൊഴിച്ചാണ്. ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ വെട്ടലൊക്കെ ശുശി വെക്കുന്നുണ്ട്. എന്നാ പോര് ബാ. അമ്മയ്ക്ക് കഴിക്കാറായോ? ഇല്ലേ? അമ്മ പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ടെന്ന് പറയുക. പല്ലൊക്കെ തേച്ചേ കഴിക്കാൻ റെഡി ആയിട്ടുണ്ടെന്ന് പറയുക ചെയ്ത്. കാപ്പി കുടിക്കാനേ. കാപ്പി കുടിക്കാറാകുന്നു. ആയി ഇല്ലേ?
വിശക്കുന്നില്ലേ രാവിലെ? 10 മണിയൊക്കെ ആകുമ്പോൾ 10 മണിയാകുമ്പോൾ കഴിച്ചാൽ മതിയോ? പണ്ടമ്മ 10 മണിക്കാരത്തിയായിരുന്നു, 10-10:30 ഇത് നാളെ വന്നിരിക്കുന്നു. അതാരാ വന്നിരിക്കുന്നത് നോക്കി? ആരാ വന്നിരിക്കുന്നത്? അവിടെ ആരും വന്നിട്ടില്ല. നമ്മുടെ ബൈക്ക് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ബൈക്ക് സർവീസിങ്ങിന് പോയേക്കുമായിരുന്നു. ബൈക്ക് സർവീസിങ്ങിന് പോയിരിക്കുമായിരുന്നു. അതുകൊണ്ടാ വെച്ചിട്ട് പോയതാ പയ്യൻ, സർവീസിങ്ങിന് വർക്ക്ഷോപ്പിലെ പയ്യൻ. തലമുടി ഒന്ന് ജീവിയേക്കാം, തലമുടി ഒന്ന് ജീവിച്ചേക്കാം. കുട്ടിയമ്മയ്ക്കുള്ള പുട്ട് റെഡിയാകുന്നേ ഉള്ളൂ, ആവി കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കാറില്ലേ, നേരത്തെ ഉണ്ടാക്കി വെക്കാറില്ല, മരിച്ചു പോകില്ലോ. ഇവിടെ ഇരിക്കി, കിടക്കണേനത്ര എപ്പോഴും ഇത്ര നേരം കിടക്കുമല്ലായിരുന്നോ? നല്ല ഉറക്കമായിരുന്നല്ലോ. ഇത്രയും നേരം നല്ല ഉറക്കമല്ലായിരുന്നോ? ഇച്ചിരി നേരമൊക്കെ ഇരിക്കേ, ഇച്ചിരി നേരം നടക്ക്, ഇച്ചിരി നേരം നടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യാൻ. ഇത്ര നേരം കിടക്കുമല്ലായിരുന്നോ? ഇത്രയും നേരം കിടക്കുമല്ലായിരുന്നോ? അത് നമ്മൾ ബോർഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. ബോർഡ് ഒരു ഓഫീസുകളിലോട്ടൊക്കെ ബോർഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാരാ ആരായിട്ട് വരുന്നത്? വൃത്തി വരുന്നുണ്ടെന്ന്. ആരാ? വിളിച്ചാൽ കണ്ടാ കളിക്കുമോ അല്ലേ? ഈ കുട്ടിയമ്മയുടെ അടുത്ത് വിളിച്ചാൽ കണ്ടാ കളിക്കുവാ. അതാരാ അമ്മേ? അതാരാ? ആരെങ്കിലും ആയാൽ മതിയോ? മനുഷ്യരായാൽ മതി അല്ലേ? ആരെങ്കിലും ആയാൽ മതി, മനുഷ്യരായാൽ മതി എലിക്കുട്ടിയമ്മ. എലിക്കുട്ടിയമ്മയുടെ അടുത്ത് വിളിച്ചേക്കട്ട കടിക്കുക. വർത്താനൊക്കെ പറ, കാപ്പി കുടിച്ചിട്ട് പോയി കിടക്കാം. ചില വർത്താനമൊക്കെ പറഞ്ഞേ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി കിടക്കാന്ന്. കുറച്ച് കഴിഞ്ഞ് കാപ്പി കുടിച്ച് കുറച്ച് കഴിഞ്ഞ് പോയി കിടന്നാൽ മതി. ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് എന്തോ പോലെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലേ? അതെന്നെടുക്കുവാ അമ്മ അവിടെ? അവളവിടെ എന്നെ എടുക്കുവാ? ഇവളവിടെ എന്നെ എടുക്കുവാ? അമ്മ നോക്കിക്കുക എന്നെ എടുക്കുവാന്ന്. അമ്മ നോക്കണ്ടല്ലേ? ആൾക്കാരെല്ലാം വഴിയേ പോകട്ടെ. വഴിയേ പോട്ടെ. വഴിയേ ഓരോരുത്തർ പണിക്ക് പോകണമല്ലേ? ജോലിക്ക് പോകുന്നവരല്ലേ? ജോലിക്ക് പോകുന്നവരല്ലേ? അവരൊക്കെ ഓരോ ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ. കഥക്കെ അമ്മയ്ക്ക് വഴിയെ പോണവരെ കാണണ്ടേ? വരാനൊക്കെ ഒന്നും കാണുമായിരിക്കും, അറിയത്തില്ല. വരാനുള്ളവരൊക്കെ വരും, പോകാനുള്ളവർ പോവും. പുറത്ത് പോയി ഇരുന്നാലോ ഇച്ചിരി നേരം? കിടക്കാൻ സമയമായില്ലെന്നേ, നമ്മൾ കാപ്പി കുടിക്കണ സമയമാന്നേ. രാവിലെ കാപ്പി കുടിക്കണ സമയം. അവിടെ വിളിക്കുന്ന കാപ്പി കുടിക്കാൻ. നമ്മൾ കാപ്പി കുടിക്കാൻ വിളിക്കണം. കിടക്കാറൊന്നും ആയില്ല. ബാ, അതുകൊണ്ടല്ലേ നേരം വെളുത്തിരിക്കുമല്ലേ? അമ്മ പല്ല് തേച്ചല്ലേ ഉള്ളൂ. ബാ, കഴിക്കാൻ വിളിക്കുന്നു. ബാ, എണീറ്റ് വാ. പുട്ട് റെഡി ആയിട്ടുണ്ട്, പുട്ട്. ബാ, ഏറ്റ് വാ. ബാ, ഏറ്റ് വാ, എണീറ്റ് വാ, കാപ്പി കുടിക്കാൻ. മണി 10 വാ. 10 മണിക്ക് കുടിച്ചാൽ മതിയെന്നല്ല പറഞ്ഞേ? ബാ, ഏറ്റ് വാ, എണീറ്റ് വരൂ. അയ്യോ, കിടന്ന കാപ്പി കുടിക്കാൻ കിടക്കാൻ പറ്റിയില്ല. വാ, എണീറ്റ് വാ. വാ, ഏക്ക് വാ, എണീക്ക് വാ. കൈതാ എണീക്കാനേ, കാപ്പി കുടിക്കാൻ പാൻ. അവിടെ വിളിക്കുന്നു. ഉണ്ട്. ഇന്ന് എലിക്കുട്ടിയമ്മയ്ക്ക് ഏത്തപ്പഴ, നാടൻ ഏത്തപ്പഴം കേട്ടോ. ആണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നാടൻ ഏത്തപ്പഴം പുഴുങ്ങിയതാ. ഇരുന്നോ, ഇത് കഴിക്ക്. ചൂടുണ്ടെന്ന്, ചൂട്. അവിടെ ഇരുന്ന് കഴിക്ക്. അമ്മേ, കസേര ഇരിക്കാനേ.
കസേര ഇരിക്കേ, ഇരുന്ന് കഴിക്കുക, ചൂടുണ്ട്, നമുക്ക് കുറേശ്ശെ എടുത്ത് കഴിക്കേ, നമുക്ക് ചൂടില്ലാതെ പറ്റുകയല്ല. ഇരുന്ന് കഴിക്കേ, പിന്നെ ആലോചിക്കുന്നേ, ആലോചിക്കുന്നേ, ഇരിക്കവിടെ ഇരിക്കേ. അവിടെ ഇരിക്കേ, കസേര ഇരിക്കേ, ഇരുന്ന് കഴിക്കേ, ചൂടാറിയോ? ഇരുന്നോ? അവിടെ ഇരിക്കേ, ഇരിക്കേ, അവിടെ ഇരുന്ന് കഴിക്കേ, ഇരുന്ന് കഴിക്കാനേ. ഇരിക്കാനില്ല. അത് എലിക്കുട്ടി കൊണ്ടുവച്ച എലിക്കുട്ടി വല്ലേ ഇപ്പൊ കടിച്ച് എടുത്ത് തിന്ന് നോക്കിയതല്ലേ? വേറെ ആൾക്കാർ വരും. വേറെ ആൾക്കാർക്ക് വേറെ ഉണ്ട്, വേറെ ആൾക്കാർക്ക് വേറെ ഇവിടെ ഉണ്ട്. വേറെ ആൾക്കാർക്കാണോ കഴിക്കണ്ടേ? ഇവിടെ ഉള്ളവരല്ല കഴിക്കണ്ടേ? പറഞ്ഞിട്ട് കാര്യം. ആ, വേറെ ആൾക്കാർക്കുള്ള വേറെ ഇവിടെ ഉണ്ട്. ആ, എലിക്കുട്ടി കഴിക്കാതെ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ആദ്യം എലിക്കുട്ടിയില്ലേ കഴിക്കണ്ടേ? ആദ്യം എലിക്കുട്ടിയെ കഴിക്കണ്ടേ, വേറെ ആൾക്കാരല്ല. ആ, പണ്ടൊക്കെ എലിക്കുട്ടി അവസാനം കഴിക്കുമായിരുന്നുള്ളൂ. അതില്ല, ആരും വരുന്നില്ല. അതായത് വണ്ടി പോണ വഴിയാ, വണ്ടി പോണ, ഇവിടെ ആരും വരുന്നൊന്നുമില്ല. ഇവിടെ ലോറിയൊക്കെ പോണ. കഴിക്ക്, എടുത്ത് കഴിക്ക്, സമയം കളയാതെ. ആ, കഴിക്കാനേ, ദേ, ആ കഴിക്ക്. തണുത്ത് ഇനി ഒത്തിരി തണുത്ത് പോയാൽ പിന്നെ സുഖം ഉണ്ടാവില്ല. തൊലി അങ്ങ് മാറ്റിയേക്കാം. ഇനിയിപ്പം ഉള്ളി എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. പെട്ടെന്ന് കഴിക്കുക കേട്ടോ, ഞാൻ അങ്ങോട്ട് എൻ്റെ പരിപാടിക്ക് പോട്ടെ. ഇപ്പം പറയുന്നത് കഴിക്കാൻ കൊണ്ട് വെച്ച് കഴിയുമ്പം വേറെ ആൾക്കാർ കഴിക്കാൻ വരും, അവർക്ക് കൊടുക്കണം എന്നാണ് എലിക്കുട്ടിയമ്മ പറയേണ്ടത്. ഇപ്പം മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ കൂടുതൽ. സ്വയം കഴിക്കുന്ന കാര്യം അങ്ങോട്ട് മറന്നു പോകും. വെച്ചിരിക്കുന്നതാണ്, അവർ വരുമ്പോൾ കൊടുക്കണം എന്നൊക്കെയാ പറയുന്നത്. കഴിക്കും, വേണം. എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് ഉറക്കം വരുന്നു. അമ്മ തിന്നിട്ട് കിടക്കാം. ഞാൻ കഴിച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പിള്ളേരോടും പറയാം എല്ലാരും കഴിച്ചെന്ന് പറഞ്ഞേക്കാൻ. പണ്ടത്തെ ഇതിലായിട്ടായിരിക്കും എല്ലാവർക്കും കൊടുത്ത ശേഷം കഴിക്കണം എന്നുള്ള ചിന്താഗതിയിലായിട്ടായിരിക്കും കാണിപ്പോൾ. പണ്ടവറ്റ അവസാനത്തെ ഭക്ഷണം കഴിപ്പ് വരുത്തിയായിരുന്നു. മധുരമൊക്കെ ഉണ്ടോ? നാടൻ പഴമല്ലേ, അതുകൊണ്ട് നല്ല മധുരമുണ്ട്. അത് മതിയെന്നേ, പഴത്തിനും ഗുണമുള്ളതല്ലേ. പൈസ പോക്കറ്റിലിട്ടിരിക്കുന്നു. പാല് മേടിക്കാൻ പോയിട്ട് കൊണ്ടുവന്ന ബാക്കിയാ, മറന്നുപോയി. അത് കൊള്ളാം. അത് പോയാലും എവിടെയെങ്കിലും കഴിക്കേ, വാരി കഴിക്കുക, ചരണ്ടി കഴിക്കേ, കിള്ളിപ്പറിച്ചൊക്കെ അല്ലേ? ഞുള്ളിപ്പറിച്ചൊക്കെ കഴിക്കാൻ നമുക്ക് പോണം, എവിടെയെങ്കിലും പോവാം. ടാറ്റ പോയേക്കാം. അമ്മക്ക് വീട്ടിൽ പോകാം. അമ്മയുടെ വീടില്ലേ, എലിക്കുട്ടിയമ്മയുടെ വീട് എവിടെയാ? കുറുപ്പന്തറ മേമുറിയില്ലേ, അവിടെ പോകാം. അരയത്ത് പുത്തമ്പലയിൽ പോകാം. വേഗം കഴിക്കും. അല്ലാതെ പോകാൻ ഇത് കഴിക്കാതെയോ? അവിടെ ആരും ഇല്ല തരാൻ. ഇത് കഴിച്ചിട്ട് വേണം പോവാൻ. അവിടെ വരെ നടന്നു പോകുമ്പോ ക്ഷീണായില്ലേ, ക്ഷീണം വരാതിരിക്കാനാ ഇത് കഴിക്കാൻ പറഞ്ഞത്. നടക്കണ്ടേ അവിടം വരെ? നടക്കുമ്പോ മടുക്കാതിരിക്കാൻ, തളർച്ച തോന്നാതിരിക്കാൻ, ഭക്ഷണം കഴിക്കണ്ടേ, അതിന് വേണ്ടിട്ടാണ് കഴിക്കാൻ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് പോയേക്കാം കേട്ടോ, ഇവിടെ നിക്കണ്ട. ഇപ്പൊ അങ്ങനെയാണോ? നമ്മുടെ വീട്ടിൽ നിന്നാ പോരാ അല്ലേ? ഇപ്പൊ പോകണ്ടേ? ഇപ്പം പോകണ്ട. പണ്ടൊക്കെ ഭയങ്കര പുത്തമ്പരെ പോക്കായിരുന്നു. ഇപ്പം സ്വന്തം വീട്ടിൽ നിന്ന് കാര്യങ്ങൾ നടത്തുക, വരുന്നവർക്കൊക്കെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുക അല്ലേ? ഉണ്ടാക്കുക, കഴിക്കുക, കിടക്കുക, ഉറങ്ങുക, പ്രാർത്ഥന ഇല്ല. ഇന്നലെ വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ഒന്നുമില്ലല്ലോ. ഇല്ല, അത് കഴിഞ്ഞ് പ്രാർത്ഥന ഇല്ല. ഭയങ്കര ഉറക്കായിരുന്നു. ഉറങ്ങി 4:30 മൂത്രം ഒഴിച്ചു വെച്ച്.
അയ്യോ എന്നെ വെള്ളത്തിൽ ആരാണ്ട് വിട്ടേ, ഇതൊക്കെയാ പറയണ കേട്ടോ. എന്നെ വെള്ളത്തിൽ കുതിർത്തിയേ, ആരാണ്ട് മൂത്രം ഒഴിച്ചേ, എന്നിട്ട് മുറുങ്ങല്, ഈ പ്രാവ് കുറുകിയല്ലേ, അതാണ്ട് അങ്ങനത്തെ കുറുകലോ ഉറക്കലോ എന്തൊക്കെയോ വെള്ളം പറ്റി കഴിയുമ്പോഴേ അത് കിട്ടുന്നുള്ളതാ സെൻസ് കിട്ടുന്നതേ. അല്ല, ഇവിടെ ഒരു അമ്മയുണ്ടേ, ആ അമ്മയാണെങ്കിൽ രാത്രി മൂത്രം ഒഴിച്ചു വെച്ചിട്ടേ, അയ്യോ എന്നെ മൂത്രത്തിലിട്ടേ, എന്റെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചേ എന്നൊക്കെ പറഞ്ഞ് കരയും, കടന്ന് ഒച്ച വെക്കും. ആ നമ്മള് തുടച്ചോണ്ടിരിക്കുക. അങ്ങനെ കുറെ തുടച്ചിട്ടുള്ളതാ. കഴിക്ക് അലിക്കുട്ടമ്മേ, കഴിക്ക്, നമുക്ക് പോകാനുള്ള. അയ്യോ ഇപ്പം മേലാത്തോണ്ടാണ് വിഷയം. അത്ര ഉണ്ട്, അതിന്റെ പകുതി കൊടുത്താൽ മതി. ഇപ്പൊ എലിക്കുട്ടിയമ്മയ്ക്ക് ഇച്ചിരി മടിയാ എല്ലാത്തിനും, അതുകൊണ്ടുള്ള വിഷയങ്ങളാണ്. ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ് എലിക്കുട്ടിയമ്മയ്ക്ക്. വാരി സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുന്ന ആള് സ്വന്തമായിട്ട് തന്നെ കഴിക്കട്ടെ എന്നാണ് എന്റെ ഒരു തീരുമാനം. പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് കൊടുത്താൽ മതി. അത് മതി. ഇപ്പൊ അമ്മയ്ക്ക് പറ്റുക തന്നെ തിന്നാൻ തോന്നുന്നില്ല, വാരി കൊടുക്കുമ്പോൾ തിന്നുന്നു. അത് നമ്മള് മനസ്സിലാക്കിയത്. അമ്മയ്ക്ക് ഓരോ മൂടല്ലേ. അമ്മയ്ക്ക് ചിലപ്പോ അമ്മ കഴിഞ്ഞ ദിവസമൊക്കെ ഒന്ന് കഞ്ഞി നന്നായിട്ട് മെനയായിട്ട് വാരി കഴിച്ചില്ലേ, അതിന് മുമ്പ് നമ്മൾ എത്ര തവണ വാരി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് ബോധമുള്ളതല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ മേലെ. അത് നമ്മൾ ഓരോ അല്ലേ പോരാ അത് വേണം. ഓരോന്നും ഓരോ നാളെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഓരോ സ്റ്റേജിന്റെയും വ്യത്യാസം ഉണ്ടെന്നേ. ഇല്ല, ഇത് മുഴുവൻ കഴിക്കണം, അത് നമുക്ക് പോണം. ഓരോ സ്റ്റേജിന്റെ വ്യത്യാസങ്ങളാണത്. ഇതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരാണെങ്കിലും ഇങ്ങനെ ചാടി പിടിക്കില്ല. ചിലപ്പം പ്രായത്തിന്റെ അനുസരിച്ചുള്ള രോഗത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയാണ്, അത് മറ്റതാണ്, അത് മറിച്ചതാണ് എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ഇടുന്നവരോടല്ല കേട്ടോ പറഞ്ഞേ, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ തന്നെ. അമ്മച്ചീനെ മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോയത് കൊണ്ടാണ് അമ്മച്ചി കടന്നു മുള്ളുന്നത്. അമ്മച്ചീനെ മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോയത് കൊണ്ട് മേലാത്തിരിക്കുന്ന അമ്മച്ചിക്ക് തന്നെ ഏറ്റി പോകാൻ പറ്റാത്തത് കൊണ്ട് കയ്യിൽ പിടിച്ച് കൊണ്ടുപോയതാണോ തെറ്റായിട്ട്? എന്നിട്ട് എവിടെയെങ്കിലും ഓരോരുത്തർ ബാത്റൂമിൽ വീണു തല തല്ലി മരിച്ചു, അല്ലെങ്കിൽ തല എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു മരിച്ചു എന്ന് പറഞ്ഞൊക്കെ എത്രയോ സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. വേണ്ട വേണ്ടെന്ന് പറയും, പക്ഷേ അത് തീർന്നു. ഇച്ചിരി കൂടെ ഉള്ളൂ, ഒരു വായും കൂടെ ഉള്ളൂ. ഇച്ചിരി വെള്ളം കൂടെ ഞാൻ കുടിച്ചേ. ഇതവിടെ വെള്ളം ഇരിപ്പുണ്ട്, ആ വെള്ളം ഇച്ചിരി എടുത്ത് കുടിക്കും. കുടിച്ചോ. നമുക്ക് പിന്നെ ജ്യൂസ് കുടിക്കാം കേട്ടോ. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ജ്യൂസ് കുടിക്കാം. ജ്യൂസ് കുടിക്കാം. തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാം. എന്തെങ്കിലൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ടല്ലോ, കഴിക്കാതിരിക്കുന്നില്ല. ഇതും കൂടെ ഉള്ളു. തീർന്നു. എനർജറ്റിക് ആയോ കുട്ടിയമ്മ? ഫിറ്റായോ? വാ കഴുകാം, വാ കഴുകണ്ടോ? വാ കഴിച്ചില്ലേ? വാ കഴുകുന്നുണ്ടോന്നാ ചോദിച്ചേ. വാ കഴുകുന്നുണ്ടോന്ന്? ആ ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചല്ലേ? ഇപ്പൊ ഭക്ഷണം കഴിച്ചില്ലേ? ഇപ്പൊ വാ കഴുകണ്ടേ? അപ്പൊ അതൊക്കെ അങ്ങ് വിട്ടു പോകുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് ഇപ്പോൾ മാറി പോകുന്നുണ്ട് എലിക്കുട്ടിയമ്മ. ബാ ഏക്ക്. കിടക്കാം. ബാ എന്നാ ഏറ്റ് വാ കഴുകിയിട്ട് വാ പോയി വാ കഴുകിയിട്ട് പോയി കിടക്കാം. പോരെ? കിടക്കുന്ന നമ്മുടെ മുറിയില്ലേ? വാ ഏറ്റ് വാ. ഇപ്പൊ കിടക്കുന്നുണ്ടോ? എന്നാ അവിടെ ഇരിക്കുക കുറച്ചു നേരം കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഏറ്റ് പോയാൽ മതി. ചെറിയ നേരം നടന്നാലോ? ചെറിയ നടന്നാലോ? ഇതിലേ ഇച്ചിരി നടന്നാലോ? ഞാനല്ലേ എലിക്കുട്ടിയമ്മയ്ക്ക് നടക്കും. ഞാൻ നടക്കുന്നുണ്ട്. ഇല്ലേ? നമുക്ക് മുറിക്കാത്ത കൂടെ കാലും കൈയൊക്കെ ഒന്ന് ഓടണ്ടേ? കിടപ്പോ ഇരിപ്പുമായിട്ട് മാത്രം ഇരുന്നാൽ പറ്റുമോ? കിടപ്പോ ഇരിപ്പുമായിട്ട് മാത്രം ഇരുന്നാലേ കാലും കൈ നനങ്ങാൻ മേലാതെ വരും. എലിക്കുട്ടി വാ കഴിയില്ല കേട്ടോ. പറയാൻ മേലായിരുന്നോ?
ഈ മകനോട് പറയാൻ വരുന്ന അവിടെ കൊണ്ടാക്കാൻ. ഞാൻ വിളിച്ച വാ കഴുകാൻ പറഞ്ഞിട്ട് വരുന്നില്ല. അവിടെ വർത്താനം അവിടെ പറഞ്ഞോണ്ടിരിക്കും. വാ കഴുകിട്ട് പോകും. വാ കഴുകിട്ട് പോ. ഈ മകനെ വിളിക്കാൻ മേലായിരുന്നു. ഏത് മകനെ? ഇതാ മകൻ, ജോമോൻ മകൻ വിളിക്കാൻ മേലായിരുന്നു അമ്മയ്ക്ക്. എന്താ കുട്ടിയമ്മ? ആലിക്കുട്ടിയമ്മ അവിടെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നടക്കാന്ന് പറഞ്ഞു. ഞാൻ നടക്കാനില്ലെന്ന് പറഞ്ഞു. നീ നടന്നോളാൻ പറഞ്ഞു എന്നോട്. ഇവിടെ കണ്ട പോണ കണ്ടോ? ഒന്നും അറിയത്തില്ല അമ്മയ്ക്ക് ഇപ്പൊ. അതമ്മ മുറി പോണ് നോക്കണം. ആരുടെ മുറിയാമേ? അമ്മയ്ക്ക് നേരത്തെ അറിയാം. അമ്മ മുറി പോയി അമ്മ ആ മുറി ആദ്യം ആ ആളുടെ പേര് പോലും പറയുന്നില്ല. അമ്മ കഴുകാൻ പോകുമ്പോ ആ മുറി പോയി നോക്കിയിട്ട് വന്നിട്ടാണ് കഴുകുന്നത് സാധാരണ. ഞാനെങ്ങനെയാ അറിയണേ? ആ അമ്മയ്ക്ക് അതുപോലും അറിയത്തില്ല. എന്നാ വാ കഴുകും. ആളുടെ പേര് അറിയാം. പറയണമായിരുന്നു. ചില സമയം കുരിശ് വരയ്ക്കും സ്ഥിരം പറയുമായിരുന്നു. പിന്നെ അല്ലാതെ ആ മുറി പോയി നോക്കിയിട്ടും പറയണമായിരുന്നു. ആ മുറി പോയി ഇപ്പൊ അമ്മ സാറിനെ കഴുകാൻ വരുമ്പോൾ ആ മുറിയിലോട്ട് പോയി നോക്കിയിട്ട് വന്നിട്ടാണ്, അവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് കഴുകുന്നത്. അവിടെ പോയി നോക്കും, അല്ലെങ്കിൽ ആ വാതിലടയ്ക്കുമുണ്ടാവും. ഇതമ്മയുടെ സ്ഥിരം പരിപാടിയാ ആയിരുന്നു. നേരത്തെ കഴുകാൻ വരുമ്പോഴത്തേനും അങ്ങ് പോയി നോക്കിയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ വാതിലും ചാരി. ആരുമില്ലല്ലേ? അവിടെ ആരാ കിടന്നോണ്ടിരുന്നേ? അവിടെ ആരാ കിടന്നോണ്ടിരുന്നേ? ഇതാരുടെ മുറിയാ? ആ കഴിയോ? വായിൽ വെള്ളം കൊണ്ടേ ഇല്ലെന്നേ. മോൻ തുറച്ചു. കിടക്കാൻ പോകണോ? രണ്ടുപേരും കൂടിയാണോ കിടക്കണേ? അപ്പം നീ കൂടുതലായിട്ട് കിടക്കാനും ചെല്ലുന്നില്ല. അതാണ് അമ്മയ്ക്ക് ഒരു പ്രശ്നം എനിക്കുന്നത്. ക്ഷീണം ഉണ്ടെങ്കിൽ ഞാൻ പോകുള്ളൂ. ഇന്ന് എനിക്ക് ക്ഷീണമുണ്ട്, ഞാൻ പോകുക. ഞാനും തൂങ്ങി നിൽക്കാം. നമുക്ക് കിടക്കാൻ പോയി. എന്റെ പണി ഒത്തിരി കിടക്കണം. വാ. അപ്പം അതിന്റെ ഒരു വിഷയമുണ്ട്. അമ്മയ്ക്കിപ്പോൾ ആരും പകല് ഞാൻ കിടക്കായിരുന്നു നേരത്തെ. പകല് നിങ്ങൾ കിടന്നോണ്ടിരുന്നല്ലേ? ഇപ്പം അങ്ങനെ പറ്റുന്നില്ല. ഞാനത് ആ ഉറക്കശീലം അങ്ങ് മാറ്റിയെടുക്കുക. പക്ഷെ ഇന്ന് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. കിടക്കട്ടെ. അമ്മയുടെ പെട്ടിക്കത് ചുളുങ്ങിയിരിക്കുന്നതാണ് അമ്മ വെക്കേണ്ടത്. പിടിച്ചതുണ്ടോ? എന്നാ പറ്റി? പെട്ടിന്ന് ചാടി നിൽക്കുന്നു തുണി അല്ലേ? അവിടേക്കാണ് അമ്മയുടെ നോട്ടം. വാഷ് ബേസിൻ കഴുകാൻ പോയി കഴിഞ്ഞാൽ വാഷ് ബേസിൻ കഴുകുക, കൈയും കാലും കഴുകുകയല്ല ചെയ്യുന്നത്. ഇതങ്ങ് മൂടി വെച്ച് ഇതങ്ങ് അകത്താക്കി വെക്കാം. എടുത്ത് നൈറ്റി പെട്ടി. ആരുടെ പെട്ടിയാ ഇത്? ആരുടെ പെട്ടിയാ? ഈ പെട്ടി ആരുടെയാ? ഈ പെട്ടി ആരുടെയാന്ന്? ആണോ? എന്റെതാ. ഏലിക്കുട്ടി ആരായിരിക്കും? ഏലിക്കുട്ടി ആരാ? എലിക്കുട്ടീനെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നാന്ന്. ആരാ കെട്ടിക്കൊണ്ട് വന്നേ? അത് കിട്ടിയില്ല. അത് കിട്ടിയില്ല. ആരാ പേര് കിട്ടിയില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് നീ ഏറ്റവും കൂടെ എലിക്കുട്ടമ്മ ഏറ്റു പോന്നോ? എലിക്കുട്ടിയും കൂടെ ഉറക്കം കഴിഞ്ഞു അല്ലേ? അത്രയാണ് ഉറക്കം. ചിരിക്കുന്ന ഇപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞോ? ഉറക്കമൊക്കെ കഴിഞ്ഞോ? എലിക്കുട്ടിയമ്മ സാധാരണ ഇങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നൊക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെയാണ്. ഇന്നിപ്പോൾ എന്തായാലും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഇല്ല, ഓരോ ദിവസവും ഓരോ വ്യത്യാസങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും ഓരോരോ മാറ്റങ്ങളല്ല വരുന്നത്. എന്നാ ചെയ്യാനായിട്ടാണ്? എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നല്ലേ? ഇത് ചെയ്യാതിരിക്കുന്നവരെ നോക്കുന്നവർക്ക് കൃത്യമായിട്ടറിയാം. ഇച്ചിരി സംസാരം കുറവാണ്, അതുകൊണ്ട്. അല്ലെങ്കിൽ എന്നാലൊക്കെ ഒന്ന് പറയണമായിരുന്നു. സംസാരം പൊതുവെ അതൊന്നും മെമ്മറിലോട്ട് കാച്ചാകാത്തോണ്ടാന്ന് തോന്നുന്നു.
ചെറുനേരിൽ നടക്ക്. ചെറുനേരം ഇതിൽ നടക്കാനേ. കിടക്കാനോ? നടക്കാൻ. ഏ? ഇതിലെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ. ലൂടി നടക്കണമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കേ. അടുക്കളയിൽ പോയി ആ വാതൊക്കെ പോയി നോക്ക്. ഇവിടെ ഒന്ന് നോക്ക്. മൂഡ് ക്ലിയർ ആകുന്നില്ല, അതാണ് അല്ലേ? ഇപ്പോൾ എലിക്കുട്ടിയമ്മ ഇതിലൊരു ചെറിയ നടപ്പൊക്കെ നടന്നിട്ട് വന്ന് ഇരിക്കുകയാണ് ഉറക്കമൊക്കെ കഴിഞ്ഞ്. എലിക്കുട്ടിയമ്മ ഇതിൽ ചെറിയ നടപ്പൊക്കെ കഴിഞ്ഞിട്ടേ, എലിക്കുട്ടിയമ്മേ ഇതിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് നടന്നിട്ട് വന്ന് ഇരിക്കുവാന്ന് പറയുമോ ഇത് അമ്മയുടെ മക്കളോടെ? എലിക്കുട്ടിയമ്മയുടെ മക്കളോടെ എലിക്കുട്ടിയമ്മ ചെറുതായിട്ട് ഇതിലേക്കൊന്ന് നടന്നിട്ട് വന്ന് ഇരിക്കുവാന്ന് പറയുമോ ഇത്? വന്നിരിക്കുവാന്ന് ഇതിലേക്കൊന്ന് മുറിക്കകത്ത കൂടെയൊക്കെ ഒന്നേ. മുറിക്കകത്ത കൂടിയേ. മുറിക്കകത്ത കൂടിയേ. കുളിക്കാനല്ല, മുറിയില്ലേ, മുറി. ഈ മുറി കൂടെ ഒന്ന് നടന്നു. എലിക്കുട്ടിയമ്മ വേറെ ചിന്തയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കുക കേൾക്കുന്നത്. അപ്പം ഇതിൽ നടന്ന ശേഷം ഒന്ന് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്നാമത്തതെന്ന് അറിയത്തില്ല. ആരെയാ നോക്കണേ? ആരെയാ നോക്കണേ? ആരെയാ നോക്കുന്നത്? വരുവോ? ആരാ വരാനുള്ളേ? മക്കൾ വല്ലവരും ആണോ? പള്ളിയിലാ? പള്ളി അത് പള്ളിയിലോട്ടല്ലേ പോവുള്ളൂ? അത് പള്ളിയിലോട്ടല്ലേ പോകുള്ളൂ? ഇവിടെ വന്ന് എല്ലാവരും ഇങ്ങോട്ട് സഹകരിച്ച് അങ്ങോട്ട് പോകണം. ആണോ? പള്ളിയിലോട്ട്. ഇവിടുന്ന് പ്രദക്ഷിണായിട്ട് പോവാണോ? പ്രദക്ഷിണായിട്ട് പോവാണോ? പ്രദക്ഷിണായിട്ട് പോകും. അതാ ചോദിച്ചേ. ഇന്ന് എന്നാ പള്ളി പരിപാടി? അതിന് ഇന്ന് എന്നാ പള്ളി പരിപാടി? അത് കഴിയുമ്പോൾ അല്ല, ഇന്ന് പള്ളി പ്രദക്ഷിണം നടത്താൻ എന്നാ പെരുന്നാളാണോ? പെരുന്നാളാണോ? തിരുനാളില്ലേ? ആണോ? എല്ലാം ഉണ്ടോ? തിരുനാളൊക്കെ കഴിഞ്ഞു. തിരുനാളുകളൊക്കെ കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു. തിരുനാളൊക്കെ ഏകദേശം കഴിഞ്ഞെന്ന്. കഴിഞ്ഞു പോയി തിരുനാള്. ഇനിയിപ്പോൾ ഉള്ള ചെറിയ പെരുന്നാളുകളുള്ളൂ. സെൻറ്റ് ജോർജിൻ്റെ പെരുന്നാളുകളൊക്കെ ഉള്ളൂ. ഗീവർഗീസിൻ്റെ പെരുന്നാളുകൾ. അതുകൊണ്ട് ആരും പള്ളിപ്പോക്കാർ ഇങ്ങോട്ട് വരികയില്ല. എലിക്കുട്ടിയമ്മ പള്ളിയിൽ പോകുന്നുണ്ടോ? എലിക്കുട്ടിയമ്മ പള്ളിയിൽ പോകുന്നുണ്ടോ? ഉണ്ടോ? എപ്പോഴാണ് പോണേ? ഇന്ന് പോകുന്നുണ്ടോ? അപ്പം ഇന്ന് പള്ളിയിൽ പോണ കാര്യങ്ങളിലോട്ടൊക്കെ ഓർമ്മ വരുന്നത്. എന്നുള്ളതാണോ? എല്ലാ ദിവസവും പോകുന്നുണ്ടോ? എല്ലാ ദിവസവും പോകുന്നുണ്ടോ? എല്ലാ ദിവസവും സമയമുള്ള പോലെ പോവും. രാവിലെ കുർബാന കാണാൻ കണ്ടിട്ടേ വരുള്ളൂ. രാവിലത്തെ കുർബാന കണ്ടിട്ടേ വരുള്ളൂ. കുർബാന കണ്ടിട്ടേ വരുള്ളൂ. ആരാ രാവിലെ പാചകം വീട്ടിൽ കാലാക്കുന്ന? ആരാ വീട്ടിലെന്നേരപ്പോഴേ കാലാക്കണ്ടേ? കാലാക്കണ്ടേ? കാലാക്കണ്ടേന്ന്. ഭക്ഷണം കാലാക്കണ്ടേന്ന്. രാവിലെ പള്ളിയിൽ പോയാലേ വീട്ടിൽ ഓരോന്ന് ഉണ്ടാക്കണ്ടേ കഴിക്കാനുള്ളത്? വന്നിട്ടുണ്ടാക്കുമോ? ഭയങ്കര ചിരി. ആരാ തല മുണ്ടാക്കിട്ട് വന്ന കന്യാസ്ത്രീയാണോ? തല മുണ്ടക്കിട്ട് നിൽക്കണേ. അതല്ലേ ചോദിച്ചത്. ആരാന്ന് ചോദിച്ചേ? ചോദിച്ചേ ആരാ? നിന്നോട് ചോദിക്കാനാണ് അത്. അവളോട് ചോദിച്ചാൽ അത് എലിക്കുട്ടിയമ്മയ്ക്ക് അറിയാവുന്നറിയണ്ടേ? എലിക്കുട്ടിയമ്മയ്ക്ക് അറിയാവോന്നറിയണ്ടേ? എലിക്കുട്ടിയമ്മയ്ക്ക് അറിയാവോന്നറിയണ്ടേ? ആരാന്നേ? അതെല്ലാവർക്കും അറിയാം. അറിയോ? പിന്നെ പള്ളി വന്നതല്ലേ, പള്ളി വന്ന ഒരാളായിട്ട് നിൽക്കാനാ. പള്ളി വന്നല്ലേ?
പള്ളി കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണോ? ഇന്ന് പള്ളി കൂട്ടായ്മയാണ്. ഞാനിവിടെ ഇവിടുന്ന് എണീറ്റപ്പോ ചോദിച്ചത് അച്ഛൻ കുമ്പസാരിപ്പിക്കാൻ വരുമെന്ന് ചോദിച്ചു. ആ ഇന്നത്തെ എലിക്കുട്ടിയമ്മയുടെ ഇത് പള്ളിയിലെ കൂട്ടായ്മയിലോട്ട് പോയിരിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രാർത്ഥനയില്ലണ്ടേ? പ്രാർത്ഥനയില്ല, കൂട്ടായ്മയാണ്. കൂട്ടായ്മയായോണ്ട് പ്രാർത്ഥനയില്ലേ? കൊന്തയെടുത്താൽ ചെല്ലുന്നില്ലേ? മറന്നുപോയോ? കൊന്ത ചെല്ലുന്നില്ലേന്ന് പ്രാർത്ഥനയ്ക്ക്? കൂട്ടായ്മയ്ക്ക് പ്രാർത്ഥനയില്ലേ? കൂട്ടായ്മയ്ക്കോ? ആ അതിന് പ്രാർത്ഥന കാണും. എന്നിട്ട് ചെല്ലാത്ത ഇപ്പം അതിലുള്ളവരൊക്കെ വരണ്ടേ? വരാതെ തന്നെ ഇരുന്ന് എല്ലാം പറ്റുമെന്ന്. സമയം തെറ്റിയാ വന്നിട്ട് കാര്യമില്ല. സമയം തെറ്റി വന്നിട്ട് കാര്യമില്ല. അപ്പം എല്ലാവരും വരാനുള്ളവർ പ്രാർത്ഥന എല്ലാം ഉള്ളവർ. അതൊക്കെ ഇത്ര സമയമുണ്ട്, ഇത്ര മണിക്കൂറുണ്ടെന്ന് അവർക്കൊക്കെ അറിയാം. അതനുസരിച്ച് ആ സമയത്ത് വരുള്ളൂ. എലിക്കുട്ടിയമ്മ നേരത്തെ പോയതാ അല്ലേ? എലിക്കുട്ടിയമ്മ നേരത്തെ പോയി. എലിക്കുട്ടിയമ്മ നേരത്തെ പോയി പള്ളിയിൽ. ആ പള്ളി നേരത്തെ പോകണ്ടേ? ആ ബാക്കിയുള്ളവരൊക്കെ സമയത്തേ വരുള്ളൂ. എന്നാ ഞങ്ങൾ മാറിയിട്ട് വരാം കേട്ടാ. ഞങ്ങൾ മാറിയിട്ട് വരാം. ആ